ജൂൺ 2 തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. നമ്മുടെ കുട്ടികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം മാത്രം നടത്തിയാൽ പോരാ, മുന്നൊരുക്കങ്ങളെല്ലാം കൃത്യമായി പൂർത്തിയാക്കണം. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് നേടിയിരിക്കണം. സ്കൂൾ പരിസരത്ത് പ്രചരണ ബോർഡുകളോ തോരണങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റണം. അപകടകരമായി മരങ്ങളോ ചില്ലകളോ ഉണ്ടെങ്കിൽ മുറിക്കണം. ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ ഉണ്ടാകാൻ പാടില്ല. ഇഴജന്തുക്കൾ കയറാനുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കണം. സ്കൂളിലെത്തുന്നതുവരെയുള്ള കുട്ടികളുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടത് സ്കൂൾ അധികൃതരാണ്. ഈ പ്രൈവറ്റ് ബസ്സിൽ സ്റ്റുഡൻറ് ടിക്കറ്റാണല്ലോ കൊടുക്കേണ്ടത്. ST പല സ്ഥലങ്ങളിലും കുട്ടികളൊക്കെ കയറ്റുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾ കൂടി നിന്ന് കൈ കാണിച്ചാൽ ബസ് നിർത്താതെ പോകുന്നു. അത് വളരെ കഷ്ടമായ നടപടി സ്വീകരിക്കും. അത് അവർ കുട്ടികളെ കൊണ്ടുപോയാലേ മതിയാവും. ട്രാഫിക് ബോർഡുകൾ, സ്പീഡ് ബ്രേക്കറുകൾ, സൂചനാ ബോർഡുകൾ എന്നിവയും പരിശോധിക്കണം. മാറ്റം വരുത്തേണ്ടത് അതാത് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകണം. സ്കൂൾ പരിസരത്ത് ലഹരി വിൽപ്പനയില്ലെന്ന് പോലീസ്, എക്സൈസ് എന്നിവരുടെ സഹായത്താലാണ് ഉറപ്പാക്കേണ്ടത്. ഉച്ചഭക്ഷണം സ്കൂൾ തുറക്കുന്ന അന്നു മുതൽ നൽകണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്നു. മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി സ്കൂളുകളിൽ പ്രവേശനോത്സവം നടക്കും. ഇത്തവണ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.